ബേക്കൺ ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ടീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. റോസ് മിൽക്ക് ടീ കേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ സെയിൽ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു കേക്ക് തയ്യാറാക്കി സെയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമുക്ക് ചെയ്ത് നോക്കിയാലോ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയുള്ള കേക്ക് ടീൻ ഒരുക്കിയെടുക്കാം. ഞാൻ ഇവിടെ 9 ഇഞ്ചിൻ്റെ കേക്ക് ടീനാണ് എടുത്തിരിക്കുന്നത്. കാരണം 1 കിലോ കേക്കാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത്. പക്ഷേ നമുക്ക് 1 കിലോ കേക്ക് തയ്യാറാക്കുമ്പോൾ നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ എടുക്കാൻ പാടില്ല. എന്നാൽ നല്ല പൊക്കമായിരിക്കും. നമ്മൾ 9 ഇഞ്ചിൻ്റെ കേക്ക് ടീൻ തന്നെ എടുക്കണം കേട്ടോ. അതിനുശേഷം എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഒന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് പൊക്കമുള്ള അളവിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കേക്ക് ടീൻ ഒരുക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 6 മുട്ടയുടെ മഞ്ഞയും വെള്ളയും കൂടി ഒന്ന് വേർതിരിച്ചെടുക്കുകയാണ്. അപ്പം ഞാൻ ഇവിടെ വേർതിരിച്ചെടുത്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഇടയ്ക്കൊരു മഞ്ഞയൊക്കെ അതിൽ വീണിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എടുക്കുമ്പം മഞ്ഞ ഇപ്പുറത്ത് വെള്ളയിലാവാതെ ആ കണക്കിന് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ പതുക്കെ ഇതുപോലെ പൊട്ടിച്ച ശേഷം നമുക്ക് 2 സൈഡിലും മാറ്റി മാറ്റി എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് അല്ലാതെ രീതിയിൽ പല രീതിയിലുണ്ടല്ലോ നമുക്ക് മഞ്ഞയും മുട്ടയൊക്കെ വേർതിരിച്ചെടുക്കുന്ന. അത് നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അങ്ങനെ 6 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിങ്ങനെ മിക്സ് ചെയ്യുന്നതിന് കാരണം നമ്മൾ സ്മെല്ല് വരാതിരിക്കാൻ. ചിലവരൊക്കെ പറയുന്നുണ്ട് കേക്ക് ഉണ്ടാക്കുമ്പോൾ അതിൽ മുട്ടയുടെ സ്മെല്ല് വരുന്നുണ്ട്. അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള പഞ്ചസാര എന്ന് പറഞ്ഞാൽ 1 കപ്പ് നിറച്ചെടുത്തിട്ടുണ്ട്. ഗ്രാം അളവാണെങ്കിൽ 250 ഗ്രാമാണ്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 300 ഗ്രാം എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് പൊടിക്കാത്ത പഞ്ചസാരയായിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ചെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കുറയ്ക്കുക കേട്ടോ. നമ്മൾ കടയിലൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു മധുരത്തിൽ കൊടുക്കണം കേട്ടോ. നമ്മൾ വീട്ടിലാണെങ്കിൽ ഇത്ര മധുരം വേണ്ടെന്ന് തോന്നുന്നെങ്കിൽ നമുക്ക് 225 ഗ്രാം പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ. കടയിൽ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ പൊടിക്കാത്ത പഞ്ചസാരയാണെങ്കിൽ 250 ഗ്രാം ചേർക്കണം. അതുപോലെ തന്നെ പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ 300 ഗ്രാം ചേർക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ ഫ്ലഫി ആവുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ പഞ്ചസാര ഒന്നിച്ച് ചേർക്കരുത്. കുറച്ച് വീതം ചേർത്ത് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ളം നല്ലതുപോലെ ബീറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ മഞ്ഞയും കൂടി ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ടീ കേക്കൊക്കെ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ടീ കേക്കുകൾ നമുക്ക് സെയിൽ ചെയ്ത് ലാഭം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനവിടെ നല്ലതുപോലെ ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് അളവിൽ ചേർത്ത് പതുക്കെ ഒന്ന് ബീറ്റ് ചെയ്ത് നമുക്ക് മതിയാക്കാം. അപ്പോൾ എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് അധികമായിട്ട് ബീറ്റ് ചെയ്യല്. കാരണം അത് താന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് കേക്ക് ഒട്ടും തന്നെ പഞ്ഞി പോലെ ആവില്ല. അതുകൊണ്ട് ചെയ്യുമ്പോൾ പതുക്കെ എല്ലാം സാവകാശം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മുട്ട നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 1/2 കപ്പ് ചൂട് പാല് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമുക്ക് റോസ് എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 ടീസ്പൂൺ അളവിൽ റോസ് എസൻസ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് 2 ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ ആ കേക്കിൻ്റെ ബാറ്ററിൽ മിക്സായി കിട്ടും. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വിധം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആ ഒരു മിക്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ മാവ് ചേർത്തിരിക്കുന്നത് 300 ഗ്രാം ആണ്. അതുപോലെ തന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 300 ഗ്രാം മൈദ മാവും 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡർ. ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കുന്നില്ല. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഈ ഒരു കൂട്ടും കൂടി ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് നല്ല കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചൂട് പാലും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ നോക്കി വേണം ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കല്ലേ കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവെല്ലാം ഞാൻ കൊടുത്തിരിക്കുക കേട്ടോ. ഇൻഗ്രീഡിയൻസ് നമ്മൾ എന്തൊക്കെയാണ് എടുക്കണതെന്ന് കറക്റ്റ് അളവ് ഞാൻ കൊടുത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടാൽ മാത്രമേ ഇത് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇനി ഞാൻ അതവിടെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
അതിനുശേഷം ബേക്ക് ചെയ്യുന്ന ഞാൻ ഓവനിലാണ് 180 ഡിഗ്രിയിൽ 35-40 മിനിറ്റിനകത്ത് ഇത് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ 35 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നിങ്ങളൊന്ന് നോക്കണം, വെന്തില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ വയ്ക്കാൻ പറ്റുന്നു. 40 മിനിറ്റിനകത്ത് ഈ കേക്ക് നല്ലതുപോലെ വെന്ത് കിട്ടും, പിന്നെ വയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അതവിടെ കേക്ക് വെച്ചതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇത് രാത്രിയാണ് കേട്ടോ കേക്ക് തയ്യാറാക്കി എടുത്തത്. അപ്പോൾ ഇത്തിരി വെട്ടക്കുറവുണ്ട്, കുഴപ്പമില്ല. ഒരു സൈഡ് ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യില്ല, അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ്. ഇത് ഞാൻ കൊടുക്കാൻ വേണ്ടി ചെയ്തതല്ല, വീട്ടിൽ തയ്യാറാക്കിയതാണ്, നിങ്ങൾക്ക് വീഡിയോ ഇടാൻ വേണ്ടി തയ്യാറാക്കിയാണ് കേട്ടോ. ഇനി നല്ലതുപോലെ തണുത്ത ശേഷം മാത്രമേ ഈ കേക്ക് കട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം നമ്മൾ സെയിൽ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഇത് 2 മണിക്കൂറെങ്കിലും തണുക്കാൻ വേണ്ടി വയ്ക്കണം. അതിനുശേഷം മാത്രം ഇത് കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഞാൻ ഇവിടെ അരമണിക്കൂർ ആയപ്പം തന്നെ എടുത്ത് കട്ട് ചെയ്യുകയാണ്. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പാളിച്ച് വരും. അതുകൊണ്ട് 2 മണിക്കൂറെങ്കിലും ചൂടാറാൻ വേണ്ടി വച്ച ശേഷം മാത്രം നിങ്ങൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനവിടെ കേക്കൊന്ന് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയ ശേഷം തിരിച്ചിട്ട് കൊടുക്കുക. ഒട്ടും തന്നെ കരിയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ല പഞ്ഞി പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് ഈ കേക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഈ സൈഡിലുള്ള കേക്കിൻ്റെ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം നമുക്ക് ഈ ഒരു കേക്കൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 4 സൈഡ് കട്ട് ചെയ്തതിന് ഞാൻ ഒരു സൈഡ് കാണിച്ചു തന്നതാണ്. ഇനി നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ നമുക്കിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ ഇവിടെ 2 ഭാഗമായിട്ട് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. തിരിച്ചും ഒരു സൈഡ് ഇപ്പുറത്തും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണണം, എങ്കിൽ മാത്രമേ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കുറച്ച് കണ്ടിട്ട് സംശയങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക, അതിനുശേഷം നിങ്ങൾ കേക്ക് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ കേക്ക് നമുക്ക് കളർ ചേർക്കാതെ ചെയ്യാം, സാധാരണ വാനില കേക്കായിട്ട് ചെയ്യാം. പിന്നെ പല കളറിൽ നമുക്ക് ഈ കേക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ അളവ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. നല്ല പഞ്ഞി പോലത്തെ കേക്കാണ്. അപ്പോൾ കട്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇതാണ് 1 കിലോ കേക്കിൻ്റെ വെയിറ്റ് വരുന്നത്. നിങ്ങൾക്ക് 2 കിലോ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഇരട്ടി അളവിൽ ചേർത്ത് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല പഞ്ഞി പോലത്തെ നല്ല പെർഫെക്റ്റ് ആയിട്ട്, മുകളിൽ നല്ല ഡ്രൈ ആയിട്ടുള്ളതാണ്. കാരണം ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്യാതെ ചെയ്യുന്ന കേക്കാണ്. നമ്മളിത് 2-3 മണിക്കൂറെങ്കിലും നല്ല ഇതായിട്ട് വേണം നമ്മൾ ബോക്സിലൊക്കെ ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആ വീഡിയോ ഫുള്ള് കാണണം, എന്നിട്ട് ലൈക്കും സപ്പോർട്ടും ആ ഹൈപ്പ് എന്ന ഓപ്ഷനും എല്ലാവരും തരണം കേട്ടോ. ഞാൻ നിങ്ങളെ 1 രൂപ ചിലവില്ലാതെ ബേക്കറി ഐറ്റങ്ങൾ പഠിപ്പിക്കുമ്പോൾ നിങ്ങളും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് കേൾക്കാവുന്നതാണ് കേട്ടോ.